ഹലോ ഗൈസ്, ഞാൻ അൽജു ഏലിസഞ്ചോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും UK അല്ലെങ്കിൽ കാനഡയിലേക്കോ ഒക്കെ പോയ ആളുകൾ അവിടെ അനുഭവിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പല സമയത്ത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്. ലക്ഷങ്ങൾ കൊണ്ടുപോയി ലോൺ കൊടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് വിദേശത്തേക്ക് പഠിക്കാൻ പോയിട്ട് അവിടെ ഒന്നും ആവാതെ അല്ലെങ്കിൽ അവിടെ ഡെലിവറി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും അൺസ്കിൽഡ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈവൻ അതുപോലും കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുടെ കാര്യം നമുക്ക് ഒത്തിരി അറിയാം, അല്ലെങ്കിൽ പലയിടത്തും നമ്മളിപ്പോൾ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിയാലിറ്റി ഇവിടെ ഒന്നും അല്ല ഇതിനകത്ത് ശരിക്കുമുള്ള പ്രശ്നം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. കാരണം ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരാൾ UK പോയാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ UK പോകണം എന്നുള്ള ആ ഒരു പിടിവാശി അല്ലെങ്കിൽ ആ ഒരു തീരുമാനം, അല്ലാതെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരൊറ്റ പാറ്റേണിൽ പോകുന്നു. ഒരാൾ പോയി ചാടുന്ന അതേ കുഴിയിലേക്ക് അടുത്തയാളും ചാടുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോയ്ക്കകത്തൊന്നും ഞാൻ ഒരിക്കലും വിദേശത്ത് പോകുന്നത് മോശമാണെന്നോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതെന്നോ പറയുന്നില്ല. ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് അവരുടെ സ്കിൽ സെറ്റും അവരുടെ ക്വാളിഫിക്കേഷനും വെച്ചിട്ട് അവർക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് അവർ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഒരാൾക്ക് നാട്ടിൽ നിന്ന് എല്ലാം നേടാമെന്നുള്ള ഒരാൾ നാട്ടിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം വിദേശത്ത് പോയി അവരുടെ സ്കിൽ സെറ്റ് അവിടെ നല്ലപോലെ അതെല്ലാം ഉപയോഗപ്പെടുത്തി അവർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാമെന്നുള്ളൊരു ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും വിദേശത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സോ അതിന് നമുക്കൊരിക്കലും തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വേറെയാണ്, ഓരോരുത്തരുടെയും ജീവിത നിലവാരം, ഓരോരുത്തരുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളും വേറെയാണ്, ആവശ്യങ്ങളും വേറെയാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു പുതിയ രാജ്യമായിട്ടുള്ള ലക്സംബർഗ്. പുതിയ രാജ്യം എന്ന് പറയുമ്പോൾ വളരെ ഉയർന്ന നിലയിൽ അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരം നമുക്കൊക്കെ തരുന്ന അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തു പോകുന്ന ജോലി സാധ്യതകൾ എപ്പോഴും ഉള്ള ഒരു രാജ്യം നിങ്ങളെ പരിചയപ്പെടുത്താനും എങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാം, അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയ്ക്കകത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൊണ്ട് നിങ്ങൾ പരിഗണിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതുമായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ്. മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള UK കാനഡയോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ അവരെല്ലാം വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. റെൻ്റൽ ക്രൈസിസിൻ്റെ പേരിലും അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന പല രാജ്യങ്ങളാണ് UK, കാനഡ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങളും. പക്ഷേ ലക്സംബർഗിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ലക്സംബർഗിലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളാണ്, ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രാജ്യത്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുവാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ആദ്യമേ നമ്മൾ പോകാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത്, ഒരാൾ ലക്സംബർഗിലേക്ക് മൂവ് ചെയ്യുമ്പം ആൾക്ക് കിട്ടുന്ന എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ടും ലക്സംബർഗിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോ കോമ്പറ്റീഷൻ ഇൻ ജോബ് സെർച്ചിങ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു ജോലി വേണം, ഒരു രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം അവിടെയുള്ള കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. നമ്മൾ പല സമയത്തും നമ്മൾ നാട്ടിലൊരു ജോലി നോക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ഇവിടെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്, ഒരു ജോലിക്ക് വേണ്ടി ചിലപ്പോൾ 100-200 പേര് വരും, അപ്പോൾ അതിനകത്ത് നിന്ന് എങ്ങനെ ജോലി കിട്ടാനാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ നമുക്കറിയാം. അതേ കാര്യം തന്നെ നമുക്കിപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നമുക്കറിയാം, പല രാജ്യങ്ങളിലും ഇപ്പം കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ ഇങ്ങനെയുള്ള ഏതൊരു രാജ്യം എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഏതൊരു രാജ്യം എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ഉള്ള ഇപ്പോഴത്തെ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നം, ഒത്തിരി ആളുകൾ അങ്ങോട്ട് ചെന്നതുകൊണ്ടും കുടിയേറിയ ആളുകളുള്ളതുകൊണ്ടും അവിടെ ജോബ് മാർക്കറ്റ് വളരെ ഡള്ളാണെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പം ഇപ്പോഴും സ്റ്റിൽ ലക്സംബർഗിലെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രോമിസിംഗ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെയുള്ള കോമ്പറ്റീഷൻ വൈസ് അത് കുറവാണ്, ഇപ്പോഴും ആളുകൾ അങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലക്സംബർഗിൽ നമുക്ക് എപ്പോഴും ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ജോബ് മാർക്കറ്റ് കിട്ടുന്നു എന്നുള്ളത് ഫസ്റ്റ് കാര്യമാണ് ലക്സംബർഗ് ചൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ലക്സംബർഗിൽ ഒരു ജോലി നോക്കുകയാണെങ്കിൽ അങ്ങനെ ജോലി നോക്കുന്ന ആളുകൾക്ക് IELTS ഇല്ലാതെ തന്നെ ഈവൻ നമുക്ക് ജോബുകളെ അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് കയറി പറ്റാനും സാധിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മൾ
ജർമ്മനിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയണം എന്ന് പറയുന്നു. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ജർമ്മൻ അറിയുന്നതാണ് എപ്പോഴും ജർമ്മനിയിൽ ജോലി കിട്ടാനുള്ള എളുപ്പത്തിനുള്ള ഒരു മാർഗ്ഗം. കാരണം ജർമ്മൻ അറിയാത്ത അവരുടെ നേറ്റീവ് സ്പീക്കർ അല്ലാത്ത ഒരാൾക്ക് അവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജർമ്മൻ അറിഞ്ഞിരിക്കുന്നത് ജർമ്മനിയിൽ ജോലി കണ്ടെത്തുന്നതിന് എപ്പോഴും ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റേതൊരു യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലേക്ക് പോയാലും അവരുടേതായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജസ് നമുക്ക് അറിയണമെന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ലക്സംബർഗിൻ്റെ കേസിൽ നമുക്ക് ഇംഗ്ലീഷ് അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു പ്രാവീണ്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഈസി ആയിട്ടൊരു ജോലി കണ്ടെത്താനായിട്ട് ലക്സംബർഗിൽ സാധിക്കും. അപ്പോൾ ഇതിന് ഈവൻ ഒരു IELTS ഇല്ലാതെ പോലും ഈവൻ നമുക്ക് ഒരു ലാംഗ്വേജ് നമ്മൾ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ലക്സംബർഗിൽ ഒരു ജോലി കണ്ടെത്താനായിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. ലക്സംബർഗിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 4000 തൊട്ട് 5000 യൂറോ വരെയാണ് സാലറി കിട്ടുന്നത്. ഇത് മറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലുള്ള ഏതൊരു രാജ്യത്തെയും ആവറേജ് സാലറി വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളെല്ലാം ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പല യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പലപ്പോഴും പല രാജ്യത്ത് എത്തിപ്പെടാൻ എളുപ്പമായിരിക്കും. അവിടെയൊക്കെ കിട്ടുന്ന ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞതിനേക്കാളും താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് സാലറി, ഞാനിപ്പോൾ ഒരു ആവറേജ് സാലറിയാണ് പറയുന്നത്, ഇതല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന പ്രൊഫഷൻസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ആവറേജ് സാലറി മാത്രമാണ്. അപ്പോൾ ഒരു 4000 to 5000 യൂറോ പെർ മന്ത് നമുക്ക് സാലറി കിട്ടാനുള്ള ഓപ്ഷൻസ് ലക്സംബർഗിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂറോപ്യൻ യൂണിയനിൽ ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു റെസിഡൻസ് പെർമിറ്റ് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള 27 രാജ്യങ്ങളിലും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ ലഭിക്കുന്നത്. ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവ പലതും യൂറോപ്യൻ യൂണിയനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ട്രാവൽ ഓപ്ഷൻസ് കിട്ടുന്നു. അതേപോലെ തന്നെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഈസിലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകൾ നമുക്ക് ലക്സംബർഗിൽ ഒരു ജോലി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്കുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്നൊരു ഡൗട്ടായിരിക്കും നിങ്ങളുടെ സ്പൗസിനെയും അതേപോലെ തന്നെ കുട്ടികളെയും നിങ്ങളുടെ കൂടെ അക്കമ്പനി ചെയ്യാവുന്നുള്ളത്. സോ ഇത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ലക്സംബർഗിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി നിങ്ങൾ അവിടെ സ്റ്റേബിൾ ആകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുപോകാനുള്ള ഓപ്ഷനും കൂടെ അവിടെ അവൈലബിൾ ആണ്. അതിനും കൂടെ ആപ്ലിക്കേഷൻസ് വെക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് ലക്സംബർഗിൽ ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ലക്സംബർഗിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം നിങ്ങൾ ലക്സംബർഗിലേക്ക് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ നല്ല റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ്. ഇപ്പം നിങ്ങൾക്ക് ഒരു വെക്കേഷൻ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ വെക്കേഷന് പോകാനുള്ള അലവൻസ് വരെ നിങ്ങൾക്ക് ലക്സംബർഗിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലക്സംബർഗിൽ കിട്ടുന്ന ആവറേജ് ഒരു സാലറി, ഓരോ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓരോ പ്രൊഫഷനിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഒരു ആവറേജ് സാലറിയാണ് പറയുന്നത്. ഇതിന് മുകളിലേക്കും ഇതിന് താഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു മിഡിൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആവറേജ് പേഴ്സണ് കിട്ടുന്ന ഒരു ആവറേജ് സാലറി ആയിരിക്കും ഇനി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണാൻ പോകും. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് വെച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് ഒരു 62,700 യൂറോയും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 79,000 യൂറോയും ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 45,800 കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 38,000 യൂറോയും അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് 74,000 യൂറോയും അതേപോലെ തന്നെ നിങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 60,000 യൂറോയും നിങ്ങൾക്ക് സാലറി കിട്ടാനുള്ള ഒരു ആവറേജ് സാലറി കിട്ടാനുള്ള ഓപ്ഷൻസ് ഈ പറയുന്ന ലക്സംബർഗിൽ അവൈലബിൾ ആണ്. സോ ഇതൊരു ഓൺ ആൻഡ് ആവറേജ് സാലറിയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് സ്കിൽ സെറ്റ് ഒക്കെ വെച്ച് ചേഞ്ച് ആവാം. അതേപോലെ തന്നെ ലക്സംബർഗ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഫിനാൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിലാണ്. അതേപോലെ കൂടുതൽ ബാങ്കിങ്, ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലാണ് കൂടുതലും ലക്സംബർഗ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒത്തിരി ഫോക്കസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഡാറ്റ സയൻസ് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിറയെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു രാജ്യം തന്നെയാണ് ലക്സംബർഗ്. നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് വരെ ലക്സംബർഗിൽ നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ ഷോർട്ടേജ് വന്നു, അതായത് ആ മേഖലയിൽ പല ജോലികളും ചെയ്യാനുള്ള ആളുകളെ ആവശ്യത്തിന് കിട്ടാതെ വന്നതുകൊണ്ടാണ് ലക്സംബർഗ് ഇപ്പം നിറയെ ഓപ്ഷൻസ് കൊടുത്ത് പല റെസ്ട്രിക്ഷൻസും എടുത്തു മാറ്റി കുറേ ഒത്തിരി ഫെസിലിറ്റീസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് ഫോറിൻ വർക്കേഴ്സിനെ ലക്സംബർഗിലേക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഫോറിൻ വർക്കേഴ്സിനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഈവൻ നാട്ടിൽ നിന്നുകൊണ്ട് പോലും നമുക്ക് ഒരു ജോലി ലക്സംബർഗിൽ കണ്ടെത്തുകയും നമുക്ക് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എപ്പോഴും ലഭിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ലക്സംബർഗ്. ഇനി ഇപ്പോൾ ഈ ലക്സംബർഗിൻ്റെ കാര്യം പറയുമ്പോഴും നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് ഒരു ജോലി കണ്ടെത്തി നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള
ഒരു എംപ്ലോയറിനെ കണ്ട് ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് ഒപ്പിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ്. അതായത് ഏജൻസികൾക്ക് കൊടുത്ത് നമുക്ക് ഒത്തിരി പൈസയൊക്കെ കൊടുത്ത് നമ്മൾ വർക്ക് വിസയ്ക്ക് ശ്രമിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ ഏജൻസിയെ ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തരത്തിലും ഇങ്ങനെയുള്ള തട്ടിപ്പിൽ പോയി ചാടാതെ പ്രോപ്പറായിട്ട് അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രം അതിനകത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമുക്ക് തന്നെ അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിങ്ക്ഡിനൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈവൻ അത് തന്നെ മതിയാവും നിങ്ങൾക്ക് ലക്സംബർഗിലേക്ക് ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളായിട്ട്. സോ ഇപ്പോൾ ലിങ്ക്ഡിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചുമ്മാ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലത്തെ രീതിയിൽ ഉപയോഗിക്കാതെ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് അത് കൊണ്ടുവരാനും കുറച്ചുകൂടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുക. ഇപ്പോൾ ലക്സംബർഗിലൊക്കെ ഉള്ള നല്ല ടോപ്പ് എംപ്ലോയേഴ്സിൻ്റെ HR-മാരൊക്കെ ലിങ്ക്ഡിനിൽ കാണും. സോ അവരെ ഫോളോ ചെയ്യാനും അവരുമായിട്ട് കണക്ഷൻ റിക്വസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം രൂപീകരിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അറിയാനും അത് ഡയറക്റ്റ് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാനും പറ്റും. നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല കമ്പനികളാണ്, അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ആണെങ്കിൽ അവർ തരുന്ന വർക്ക് പെർമിറ്റ് വെച്ച് തന്നെ നമുക്ക്, അല്ലെങ്കിൽ അവർ തരുന്ന ഒരു ജോബ് ഓഫർ വെച്ച് നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാനും അതുവഴി നമുക്ക് ലക്സംബർഗിലേക്ക് എത്തിപ്പെടാനും സാധിക്കുന്നതാണ്. ഏതൊരു യൂറോപ്യൻ കൺട്രിയെ വെച്ച് നോക്കുമ്പോഴും എപ്പോഴും അതിനേക്കാളെല്ലാം ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല ടാക്സ് സിസ്റ്റം തന്നെയാണ് ലക്സംബർഗിലുള്ളത്. സോ അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ടാക്സ് വൈസ് നോക്കുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും എംപ്ലോയീസിനും ഒരേപോലെ നല്ലൊരു ടാക്സ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് ലക്സംബർഗ്. ഓരോ പ്രൊഫഷനിലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയും നിങ്ങൾ എത്ര രൂപ ടാക്സ് കൊടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം ടാക്സ് കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ ടാക്സ് എത്രത്തോളമാണ് അതിൻ്റെ ലയബിലിറ്റി വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവൻ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളുടെ പ്രൊഫഷനിൽ എത്ര ടാക്സ് വേണം, നിങ്ങൾ പോകുന്നത് കൊണ്ട് നിങ്ങൾ വർത്താണോ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് ഈ ഒരു വെബ്സൈറ്റ് തരുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ലക്സംബർഗിലേക്ക് വരുമ്പം ഇപ്പോൾ പല ആളുകൾക്കും തോന്നും ആർക്കൊക്കെയാണ് ലക്സംബർഗിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ബോത്ത് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മേഖലയിൽ ലക്സംബർഗിൽ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സോ രണ്ടിലും നമുക്ക് നാട്ടിൽ ഇരുന്ന് തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു സ്കിൽഡ് മേഖലയിലുള്ള ജോലി സാധ്യതകളെ കുറിച്ചും അതേപോലെ തന്നെ അതിന് എത്രത്തോളം സാലറി ആവറേജ് കിട്ടുമെന്നുള്ളതും നമ്മൾ ആദ്യമേ ഒന്ന് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ അൺസ്കിൽഡ് മേഖലയിലേക്ക് പോവുകയാണ്. അൺസ്കിൽഡ് മേഖലയിൽ എന്തൊക്കെ ജോലി സാധ്യതകൾ ലക്സംബർഗിൽ നമുക്ക് അവൈലബിൾ ആണെന്നും അതിന് എന്തൊക്കെയാണ് ഏകദേശം ഒരു സാലറിയും ഫിഗറും എല്ലാം നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സ്കിൽഡ് കാറ്റഗറി വരുന്ന കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അൺസ്കിൽഡ് കാറ്റഗറി വരുന്ന കുറച്ച് ജോബ്സ് ആണ് ലോറി ഡ്രൈവർ, സെയിൽസ് ക്യാഷ്യർ, ക്ലീനിങ് ജാനിറ്റർ, കെയർ ഗീവർ, വെയർഹൗസ് മാൻ, അതേപോലെ തന്നെ പാക്കേഴ്സ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ അൺസ്കിൽഡ് മേഖലയിലും ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതിനൊക്കെ എറൗണ്ട് എന്ത് സാലറി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോറി ഡ്രൈവറിൻ്റെ കേസിൽ ഒരു ലോറി ഡ്രൈവറിന് എറൗണ്ട് മന്ത്ലി ഒരു 3028 യൂറോയും, സെയിൽസ് ക്യാഷ്യറിന് ഒരു 2744, ക്ലീനിങ് ജാനിറ്ററിന് ഒരു 2715, കെയർ ഗീവറിന് ഒരു 2600, വെയർഹൗസ് മാൻ ഒരു 2353, പാക്കേഴ്സിന് ഒരു 2752. ഏകദേശം ഇതൊരു ആവറേജ് ഫിഗറാണ്. ഇത് എക്സാക്റ്റ് സെയിം എമൗണ്ട് ആവണമെന്നില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവാം. ഏകദേശം ഒരു ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അതിനുവേണ്ടി വരുന്ന ഒരു അൺസ്കിൽഡ് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടാൻ പോകുന്ന ഏകദേശം ഒരു ആവറേജ് സാലറിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. ഇപ്പോൾ കിട്ടിയ ഈ സാലറിയും ഇവിടുത്തെ എക്സ്പെൻസസും നിങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞ ടാക്സ് സിസ്റ്റത്തിനകത്ത് പോയി നിങ്ങൾ ടാക്സ് എത്രത്തോളം അടയ്ക്കുന്നു എന്നും എല്ലാം നോക്കി ഏകദേശം ഒരു കണക്ക് നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യമാണ് ഏകദേശം ഒരു എക്സ്പെൻസ് എത്രത്തോളം നമ്മൾ വേണ്ടി വരും എന്നുള്ളത്. അതായത് ഇങ്ങനെയുള്ള ലക്സംബർഗിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വരാൻ പോകുന്ന ഒരു എക്സ്പെൻസ് എന്താണെന്ന് അതുകൊണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സ്പെൻസ് വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഒറ്റയ്ക്ക് നീക്കുന്ന ഒരു സെൽഫായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരാൻ പോകുന്ന ഒരു ആവറേജ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 3200 സംതിങ് യൂറോയോളമാണ്. ഇത് നിങ്ങളുടെ ജീവിത നിലവാരവും നിങ്ങളുടെ സാഹചര്യങ്ങളും എല്ലാം അനുസരിച്ച് മാറും. ഞാനൊരു ആവറേജ് എമൗണ്ട് മാത്രമാണ് പറയുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിലെ എക്സ്പെൻസ് വൈസും ഓരോരുത്തരുടെയും ജീവിത രീതികളും വേറെയാണ്. നിങ്ങൾ എല്ലാ ദിവസവും പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ 3200 ഒന്നും നിൽക്കത്തില്ല. അതേസമയം നിങ്ങൾ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് ജീവിക്കുന്ന ഒരു ആവറേജ് രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഒരു ആവറേജ് എമൗണ്ട് എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മാറ്റങ്ങൾ വരാം. അതേസമയം നിങ്ങളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6000 തൊട്ട് 8000 വരെ യൂറോ ചിലവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ടാക്സ് സിസ്റ്റം വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം അതനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. വീണ്ടും പറയുകയാണ്, ഏജൻസിനെ സമീപിക്കുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ജെനുവിൻ ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ആണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഓഫർ കിട്ടിയെന്ന് പറഞ്ഞാൽ എടുത്ത് കയറി അതിന് വേണ്ടി പൈസ കൊടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. ജെനുവിൻ ആയിട്ടുള്ള എംപ്ലോയർ ആണെങ്കിൽ
നിങ്ങളോട് പൈസ ആവശ്യപ്പെടത്തില്ല. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ജെനുവിൻ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതൊരു കമ്പനി നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അവരൊരിക്കലും നിങ്ങളോട് അവരെ ഹയർ ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫണ്ട് ആവശ്യപ്പെടുകയോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. സോ അത് എപ്പോഴും നിങ്ങൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം. അങ്ങനെ ഒരാൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അതിന് സംശയം തോന്നിയിരിക്കണം അത് ജെനുവിൻ ആണോ എന്ന്. ഇനി നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചും അതിനെന്ത് ചാർജ് വരുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ്. വിസ പ്രോസസ്സിങ്ങിന് അറൗണ്ട് ഒരു 15 to 30 ദിവസമാണ് നോർമൽ കേസിൽ വരാറ്. ഇതിന് പുറമേ ചില കേസുകളിൽ അഡീഷണൽ ചില സെലക്റ്റഡ് കേസുകളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻസിൻ്റെയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടിങ് റിക്വയർമെൻറ്റ്സിൻ്റെ എല്ലാം ബേസ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇനി വരുന്ന ചിലവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നോൺ EU രാജ്യത്താണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ഏകദേശം ഒരു എമൗണ്ട്, ഓരോ രാജ്യത്തിനും ഡിഫറെൻറ്റ് എമൗണ്ട് ആയിരിക്കും വരുന്നത്. സോ അത് നിങ്ങളുടെ രാജ്യത്തെ ഈ പറഞ്ഞ പർട്ടിക്കുലർ ലക്സംബർഗിൻ്റെ കോൺസുലേറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കോൺസുലേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ എക്സ്ട്രയാണ് വിസ പ്രോസസ്സിംഗ് ഫീ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. സോ ഇതാണ് ഓൾമോസ്റ്റ് ഒരു ലക്സംബർഗിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്. ലക്സംബർഗിൽ ഒരു ജോലി ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ഒരാൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആവും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ലക്സംബർഗിൽ ഒരു ജോലി കണ്ടെത്തുന്നതിനുള്ള വെബ്സൈറ്റും അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സെന്നും അതെങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഇതിന് വരുന്നുണ്ട്. താമസിക്കാതെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. സോ അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ സജഷൻസ് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം ചോദിക്കാൻ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. സോ അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അത്തരത്തിലുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന വരെ ടേക്ക് കെയർ, ബൈ.